ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മളുടെ ഡി സി ജനറേറ്റർ എന്ന മൊഡ്യൂൾ, അതായത് നമ്മുടെ തേർഡ് മൊഡ്യൂളാണ് നമ്മുടെ ഡി സി ജനറേറ്റർ അല്ലേ. അപ്പോൾ ആ ഒരു മൊഡ്യൂളിനകത്ത് മെഷീൻസിലെ എല്ലാ ടോപ്പിക്സും കവർ ആവുന്നുണ്ട്. അതായത് ഡി സി മെഷീൻസ് വരുന്നുണ്ട്, എ സി മെഷീൻസ് വരുന്നുണ്ട്, പിന്നെ എന്താ ട്രാൻസ്ഫോമർ എന്നുള്ള എല്ലാ ടോപ്പിക്സും ആ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാം നമ്മൾ അതിനകത്ത് പഠിച്ചു പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ അതിലുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ പൊളാരിറ്റി ഓഫ് എ ഡി സി ജനറേറ്റർ ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ. അതായത് ഡി സി ജനറേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചിട്ടുള്ളത് നോക്കിയേ, പൊളാരിറ്റി ഓഫ് എ ഡി സി ജനറേറ്റർ ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ. എങ്ങനെയാണ് അല്ലേ റിവേഴ്സ് ചെയ്യുന്നത്? ഓപ്ഷൻ എ റിവേഴ്സിംഗ് ദ ഫീൽഡ് കറന്റ്, ഓപ്ഷൻ ബി റിവേഴ്സിംഗ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, ഓപ്ഷൻ സി റിവേഴ്സിംഗ് ദ ഫീൽഡ് കറന്റ് ഓർ റിവേഴ്സിംഗ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, ഓപ്ഷൻ ഡി റിവേഴ്സിംഗ് ദ ഫീൽഡ് കറന്റ് ആൻഡ് റിവേഴ്സിംഗ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ simultaneously. അപ്പോൾ എന്തായിരിക്കും, എങ്ങനെയാണ് ദ പൊളാരിറ്റി ഓഫ് എ ഡി സി ജനറേറ്റർ ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ? ഏത് രീതിയിലാണ്? ഒന്നുമില്ല, രണ്ട് മെത്തേഡിലാണ് റിവേഴ്സ് ചെയ്യുക. അതാദ്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. രണ്ട് രീതിയിൽ. ഒന്നെന്താണ് റിവേഴ്സിംഗ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ആർമേച്ചർ. ഒന്നതാണ്, ഏതാണ്? റിവേഴ്സിംഗ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദി ആർമേച്ചർ. സെക്കൻഡ് വൺ വന്നിട്ട് ഏതാണെന്ന് പറഞ്ഞാൽ ബൈ റിവേഴ്സിംഗ് ദ പൊളാരിറ്റി ഓഫ് ദ ഫീൽഡ് വൈൻഡിങ്. ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ പൊളാരിറ്റി അല്ലേ, ബൈ റിവേഴ്സിംഗ് ദ പൊളാരിറ്റി ഓഫ് ദി ഫീൽഡ് വൈൻഡിങ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? അപ്പോൾ രണ്ട് രീതിയിലാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. ഒന്നെന്താണ് റിവേഴ്സിംഗ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദി ആർമേച്ചർ, സെക്കൻഡ് വൺ റിവേഴ്സിംഗ് ദ പൊളാരിറ്റി ഓഫ് ദ ഫീൽഡ് വൈൻഡിങ്. അപ്പോൾ ഇതിൽ ഏതാ വരുന്നത്? റിവേഴ്സിംഗ് ദ ഫീൽഡ് കറന്റ് അല്ലെങ്കിൽ എന്താണ് റിവേഴ്സിംഗ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. ഇതാണ് ഇതിനകത്ത് ഏതാണ് കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ടോപ്പ് നോട്ട് ചെയ്യുക, ഏതാണ്? ഓപ്ഷൻ സി. അതായത് റിവേഴ്സിംഗ് ദ ഫീൽഡ് കറന്റ്, റിവേഴ്സിംഗ് ദ ഫീൽഡ് കറന്റ് അല്ലെങ്കിൽ എന്താണ് റിവേഴ്സിംഗ് ദ ഡയറക്ഷൻ ഓഫ് ദി റൊട്ടേഷൻ ആണ് കറക്റ്റ് ആൻസർ. Question number 2, hysteresis losses in a DC machine depending on. Hysteresis loss, ഒരു ഡി സി മെഷീൻ്റെ hysteresis loss എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് hysteresis ലോസിൻ്റെ ആ ഒരു ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. ഏതാണ് ഇക്വേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്? ഓർമ്മയുണ്ടോ? നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് എഴുതുക അല്ലേ. ഏതാണ്? ഇത് ഹിസ്റ്റെറിസിസ്, അതാണ് ഹിസ്റ്റെറിസിസ് കോൺസ്റ്റന്റ് എന്ന് പറയും അല്ലേ. ഹിസ്റ്റെറിസിസ് കോൺസ്റ്റന്റും അതുപോലെ തന്നെ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് എന്ത് BM1.6 ഹിസ്റ്റെറിസിസ് ലോസിൽ. അതുപോലെ ഫ്രീക്വൻസി ഉണ്ട്. പിന്നെ വരുന്നത് ആരാണ്? വോളിയം ഓർ കോർ, വി എന്ന് പറയും അല്ലേ. ഇതെല്ലാം ആ ഒരു ഇക്വേഷൻ, നമ്മളുടെ ഹിസ്റ്റെറിസിസ് ലോസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതായത് എന്താണ് നമ്മളുടെ ഹിസ്റ്റെറിസിസ് കോൺസ്റ്റന്റ് ഇൻറ്റു എന്താ വരുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഫ്രീക്വൻസി ഇൻറ്റു പിന്നെ വരുന്നത് എന്താണ് വോളിയം ഓഫ് ദി കോർ. ഇതാണ് അതിൻ്റെ ആ ഒരു ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇതിൽ നോക്കി എന്താണ് നമ്മളോട് ചോദിച്ചുള്ളത്? ഹിസ്റ്റെറിസിസ് ലോസിനെ ഡി സി മെഷീൻ എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അതായത് ഏറ്റവും കുറഞ്ഞ ലീസ്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം ഈ ഒരു ഏരിയയിൽ നിന്നും, അല്ലെങ്കിൽ എന്താണ് കൂടുതലായിട്ടും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നോക്കിയാൽ മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി, ഫ്ലക്സ് ഡെൻസിറ്റിയിലെ BM അല്ലേ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഓപ്ഷൻ എ ഡിപ്പെൻഡ് ചെയ്യും. അടുത്ത ഓപ്ഷൻ നോക്കിയേ വോളിയം ആൻഡ് ഗ്രേഡ് ഓഫ് അയോൺ യൂസ്. അത് വരില്ലേ ലാസ്റ്റിലെ വി, വോളിയം ഓഫ് ദി കോർ ആണിത്. ഇതെന്താണ് പറയുന്നത്? വോളിയം ഓഫ് കോർ ആണ്. അപ്പോൾ കോറിൽ യൂസ് ചെയ്യുന്നത് വോളിയം ഓഫ് കോർ ആണ് ആള്, വോളിയം ഓഫ് കോർ ആണ്. അപ്പോൾ കോറിൽ വി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വോളിയം ഓഫ് കോറിൽ എന്ത് വരും? ഗ്രേഡ് ഓഫ് അയോൺ യൂസ്ഡ്, കോർ ഉണ്ടാക്കുന്നത് അല്ലേ. വോളിയം ആൻഡ് ഗ്രേഡ് ഓഫ് അയോൺ യൂസ്ഡ് വരും. അപ്പോൾ ഓപ്ഷൻ ബിയും ഇതിനകത്ത് വരുന്നുണ്ട്. അടുത്തത് നോക്കിയേ ഫ്രീക്വൻസി ഓഫ് മാഗ്നറ്റിക് റിവേഴ്സൽ, എഫ് ഫ്രീക്വൻസി അല്ലേ. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി. സോ ഫ്രീക്വൻസിയും ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബോ, എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the direction of power flow changes a cumulative compound motor became. എന്താകും? എന്താ പറയുന്നത്? നമ്മളുടെ എന്താണ് പവർ ഫ്ലോ, അതായത് ഡയറക്ഷൻ ഓഫ് പവർ ഫ്ലോ ചേഞ്ച് ചെയ്യുമ്പോൾ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്നാണ്. അത് ഏതാണ്? ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ ആയിട്ടാണ് മാറുന്നത് കേട്ടോ. ഏതാണ്? ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ ആണ്. അതായത് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട്, അതായത് മോട്ടറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മോട്ടർ ഏത് രീതിയിലാണ് പവർ ഫ്ലോ, അതായത് ഡയറക്ഷൻ ഓഫ് പവർ ഫ്ലോ ചേഞ്ച് ചെയ്യുമ്പോൾ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടറിന് എന്താ സംഭവിച്ചത്? ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്റർ ആവുകയാണോ, ഷണ്ട് ജനറേറ്റർ ആണോ, സീരീസ് ജനറേറ്റർ ആണോ, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ ആണോ? അപ്പോൾ ഏതാണ്
കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. അതെന്താണ്? ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ ആണ്. നേരെ ഓപ്പോസിറ്റ് നോക്കിക്കോളൂ, ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോർ ആണ്. അതെന്തായി? ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ ആയിട്ടാണ് മാറിയിട്ടുള്ളത്. ഓക്കെ. Question number 4. If the terminal voltage of a DC generator remain the same as the no load terminal voltage, it is A. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ടെർമിനൽ ഒരു ഡി സി ജനറേറ്ററിൻ്റെ ടെർമിനൽ വോൾട്ടേജ് സെയിം ആണ്, റിമെയിൻ സെയിം ആസ് ദ നോ ലോഡ് ടെർമിനൽ വോൾട്ടേജ്. അങ്ങനെ ആവുമ്പോൾ അത് ഏത് ഇതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏതായിരിക്കും? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ, ഷണ്ട് ജനറേറ്റർ, ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ. അപ്പോൾ അത് ഏതായിരിക്കുന്നില്ല? ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്റർ ആണ് കേട്ടോ. ഏതാണ്? ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്റർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 5. A 230 volt 100 watt bulb is connected in series with a primary of 230 volt 150 volt 5 kVA transformer. If the primary is energized from 230 volt supply and the secondary is open, the lamp will have. ഒരു പ്രോബ്ലമാറ്റിക് ആണ് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ പ്രോബ്ലമാറ്റിക് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. പക്ഷെ എന്താണ്, എളുപ്പമായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അതായത് അത് ഫുൾ ബ്രൈറ്റ്നെസ് ആണോ, ആ ലാമ്പിന് പുവർ ബ്രൈറ്റ്നെസ് ആണോ, ഫുൾ ബ്രൈറ്റ്നെസ് ആണോ, ലിറ്റിൽ ലെസ് ദാൻ ഫുൾ ബ്രൈറ്റ്നെസ് ആണോ, ഫ്ലിക്കർ ആണോ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി പാർട്ട് അല്ലേ? നോക്കിയേ, അതെന്ത് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി പാർട്ട് ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ക്വസ്റ്റ്യനിൽ തന്നെ നമുക്കൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രൈമറി എനർജൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൽ സെക്കൻഡറി എന്താണ്? ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി എന്താണ്? ഓപ്പൺ ആണ്. അപ്പോൾ പ്രൈമറി വൈൻഡിങ് എന്ത് ചെയ്യും? പ്രൈമറി വൈൻഡിങ് മാത്രമേ എന്താണ്? നോ ലോഡ് കറൻറ്റിന് ഡ്രോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പ്രൈമറി മാത്രമേ എന്താണുള്ളൂ? മാഗ്നറ്റൈസിങ് കറൻറ്റ് അതിലൂടെ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. സോ അത് വളരെ എന്തായിരിക്കും? കമ്പയർ ടു ഫുൾ ലോഡ് കറൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അതെന്തായിരിക്കും? വളരെ കുറവായിരിക്കും അല്ലേ? വളരെ കുറവായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? പുവർ ബ്രൈറ്റ്നെസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഏതാണ്? പുവർ ബ്രൈറ്റ്നെസ് ആണ്. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ആ ലാമ്പിന് എന്താ സംഭവിച്ചത്? അവിടുത്തെ ബ്രൈറ്റ്നെസ് കുറയുകയാണ്. കാരണം എന്താണെന്ന് ആലോചിക്കണം. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? ട്രാൻസ്ഫോമറിൻ്റെ ആ സെക്കൻഡറി പാർട്ട് ഓപ്പൺ ആണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി. Question number 6. In a transformer, maximum voltage regulation occur when the power factor is. ഒരു ട്രാൻസ്ഫോമറിനകത്ത് മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ എപ്പോഴാണ് ഉണ്ടാവുന്നത്? ആ സമയത്ത് അല്ലേ? മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ ഒക്കർ വെൻ ദ പവർ ഫാക്ടറിന്. അപ്പോൾ എന്താണ് സംഭവിക്കുക? അതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, അതിൽ മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ ഒക്കർ ചെയ്യുമ്പോൾ അതിൻ്റെ പവർ ഫാക്ടർ എങ്ങനെയായിരിക്കും? അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിനകത്ത് മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ ഒക്കർ ചെയ്യുമ്പോൾ അതിൻ്റെ പവർ ഫാക്ടർ എപ്പോഴും എന്താണ്? ലാഗിങ് ആണ്. അതായത് ട്രാൻസ്ഫോമേഴ്സിൻ്റെ റിയാക്റ്റീവ് കോമ്പൗണ്ട്, അതായത് ഇമ്പിഡൻസിന് ഹാസ് ഗ്രേറ്റർ എഫക്റ്റ് അണ്ടർ ലാഗിങ് പവർ ഫാക്ടർ കണ്ടീഷൻ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ഓപ്ഷൻ ഡി ആണ്. അതെന്താണ്? ലാഗിങ് ആണ് ചെയ്യുന്നത്. മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിനകത്ത് മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ ഒക്കർ ചെയ്യുമ്പോൾ അതിൻ്റെ പവർ ഫാക്ടറിന് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കണം. അതെന്താണ് ചെയ്യുന്നത്? പവർ ഫാക്ടർ ലീഡ് അല്ല ചെയ്യുക, ലാഗ് ആണ് ചെയ്യുക. ലാഗിങ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Next, question number 7. The relative speed between stator and rotor fluxes in a three-phase induction motor while running. അതായത് NS എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്ക്രണസ് സ്പീഡാണ്. NR എന്ന് പറഞ്ഞാൽ എന്താണ്? റോട്ടർ സ്പീഡാണ്. അപ്പോൾ അതിൻ്റെ എന്താ ചോദിച്ചിട്ടുള്ളത്? റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ ദ സ്റ്റാറ്റർ ആൻഡ് റോട്ടർ എന്താണ്? ഫ്ലക്സസ് ഇൻ എ ത്രീ-ഫേസ് ഇൻഡക്ടർ മോട്ടർ വൈൽ റണ്ണിങ് എങ്ങനെയായിരിക്കും? കണ്ടീഷനിൽ ഏതാണത്? 0 ആണ്. അതിൻ്റെ സ്പീഡ് വന്നിട്ട് എന്താണ്? അതിൽ റണ്ണിങ് ചെയ്യുമ്പോൾ അല്ലേ? റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആണ് ആൻസർ. ഓക്കെ. Next, question number 8. If the mechanical load on a three-phase induction motor is increased, its power factor is. ഒരു three-phase induction മോട്ടറിൻ്റെ മെക്കാനിക്കൽ ലോഡ് കൂടുമ്പോൾ അതിൻ്റെ പവർ ഫാക്ടറിന് എന്താണ് സംഭവിക്കുക? പവർ ഫാക്ടർ ഇൻക്രീസ് ചെയ്യുമോ, ഡിക്രീസ് ചെയ്യുമോ, കോൺസ്റ്റൻ്റ് ആണോ, 0 ആണോ? അപ്പം മെക്കാനിക്കൽ ലോഡ് ഓൺ എ ത്രീ-ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് ഇൻക്രീസ്, ഇറ്റ്സ് പവർ ഫാക്ടർ ആൾസോ. പവർ ഫാക്ടർ എന്താ സംഭവിക്കുക? അതും ഇൻക്രീസ് ആകും. പവർ ഫാക്ടർ ആൾസോ ഇൻക്രീസസ്. ഓപ്ഷൻ എ ആണ്. നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു ത്രീ-ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ മെക്കാനിക്കൽ ലോഡ് അല്ലേ? മെക്കാനിക്കൽ ലോഡൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ നമുക്ക് നോക്കാവുന്നതാണ് ഓരോ കേസുകളും അല്ലേ? അപ്പോൾ അതിൻ്റെ എന്താണ്? മെക്കാനിക്കൽ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? പവർ ഫാക്ടറും എന്ത് സംഭവിച്ചു? അതും ഇൻക്രീസ് ചെയ്യുന്നു.
Question number 9. The advantages of a short pitch winding is. എന്താണ് ഷോർട്ട് പിച്ച് വൈൻഡിങ്? നമ്മൾ വൈൻഡിങ്സ് പഠിക്കുന്നുണ്ട് അല്ലേ? അതിൽ ഷോർട്ട് പിച്ച് വൈൻഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഓപ്ഷൻ എ സപ്രഷൻ ഓഫ് ഹാർമോണിക്സ്, ഓപ്ഷൻ ബി ലോ നോയ്സ്, ഓപ്ഷൻ സി ഇൻക്രീസ്ഡ് ഇൻഡക്റ്റൻസ്, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ അഡ്വാൻറ്റേജ്, ഈ ഷോർട്ട് പിച്ച് വൈൻഡിങ്ങിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ സപ്രഷൻ ഓഫ് ഹാർമോണിക്സ് ആണ് മെയിനായിട്ട് വരുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിൽ ആൻസർ ഓപ്ഷൻ എ ആണ്. അതെന്താ ചെയ്യുന്നത്? അതിൻ്റെ ഹാർമോണിക്സിനെ കുറയ്ക്കുക. അതുകൂടാതെ ഇതെന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താണ് അയേൺ ലോസസ് കുറയ്ക്കും, എഫിഷ്യൻസി കൂട്ടും, ഓവറോൾ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യും. പിന്നെന്താണ് സ്മൂത്തായിട്ട് അല്ലേ, അത് സ്മൂത്തായിട്ട് റൺ ചെയ്യുന്ന പോലെയൊക്കെ ഉള്ള എഫക്റ്റാണ് ഇവിടെ കൊടുക്കാറുള്ളത്. പിന്നെ എന്നാൽ ലോ നോയ്സ് അതും വരുന്നുണ്ട്. ലോ നോയ്സ് വരുമോ? ഇല്ല, നോ നോയ്സ് വരുന്നില്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് എന്താണ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർമോണിക്സിനെ സപ്രസ് ചെയ്യുക, കുറയ്ക്കുകയാണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? ഓപ്ഷൻ എ ആണ്. അതുകൂടാതെ ഇതുകൂടി നോക്കി വയ്ക്കുക, എന്താണ് അയൺ ലോസസ് കുറയ്ക്കും, എഫിഷ്യൻസി കൂട്ടുന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. ഇത് മെയിൻ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ നമ്മൾ ഓപ്ഷനിൽ അത് തന്നെയാണ്, എന്താണ് സപ്രഷൻ ഓഫ് ഹാർമോണിക്സ്. പക്ഷേ നോ ലോയ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മാർക്ക് ചെയ്യരുത്, അത് റോങ് ആണ് കേട്ടോ, അതല്ല. Next question number 10. For a constant load, the magnitude of armature current is high for. എങ്ങനെയാണ് ഒരു കോൺസ്റ്റന്റ് ലോഡിൽ എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർമേച്ചർ കറണ്ട് എപ്പോഴാണ് ഹൈ ആവുന്നത്? ഓപ്ഷൻ എ ലോ വാല്യൂ ഓഫ് ഫീൽഡ് എക്സൈറ്റേഷൻ, ഓപ്ഷൻ ബി ഹൈ വാല്യൂ ഓഫ് ഫീൽഡ് എക്സൈറ്റേഷൻ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി ഡസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ഫീൽഡ് എക്സൈറ്റേഷൻ. അപ്പോൾ ഏതാണ് വരുന്നത്? ഫോർ എ കോൺസ്റ്റന്റ് ലോഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർമേച്ചർ കറണ്ട് ഈസ് ഹൈ ഫോർ എപ്പോഴാണ് എന്ന് ചോദിക്കുക. നമ്മൾ വി കർവ് ഒക്കെ വരച്ച് പഠിച്ചിട്ടില്ല, ഓർമ്മയില്ല ഇതിനകത്ത് വി കർവൊക്കെ വരയ്ക്കുന്നത്? അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? അപ്പോൾ ഏത് ടൈമിലാണ് ഇത് ഹൈ ആയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ലോ വാല്യൂസ് ഓഫ് ഫീൽഡ് എക്സൈറ്റേഷൻ, അതുപോലെ എന്താണ് ഹൈ വാല്യൂസ് ഓഫ് ഫീൽഡ് എക്സൈറ്റേഷൻ്റെ സമയത്താണ് കേട്ടോ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ലോഡിൽ എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർമേച്ചർ കറന്റ് ഈസ് ഹൈ ഫോർ ബോത്ത് എ ആൻഡ് ബി. അതായത് ഏതാണ് ലോ വാല്യൂ ഓഫ് ഫീൽഡ് എക്സൈറ്റേഷൻസും ഉണ്ട്, അതുപോലെ എന്താണ് ഹൈ വാല്യൂസ് ഓഫ് ഫീൽഡ് എക്സൈറ്റേഷനും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ഡിസ്കസ് ചെയ്തുള്ളൂ. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടെങ്കിലും നിങ്ങൾ ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ടൈമിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നന്നായി പഠിച്ചു പോവുക, ഓരോ ടോപ്പിക്കും നന്നായി കവർ ചെയ്ത് പോവുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.